കൃഷ്ണനെ യുദ്ധവിദഗ്ധനാണെന്ന് കൃഷ്ണൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തോന്നുകയില്ലെങ്കിലും ഭീഷ്മർ പറയും, ഈ ഇരിക്കുന്ന വാസുദേവനോട് യുദ്ധം ചെയ്ത്, നിൻ്റെ തേരിലിരിക്കുന്ന വാസുദേവനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആർക്ക് സാധിക്കും? പക്ഷെ അവർ യോദ്ധാവെന്ന് തോന്നാത്ത വിധത്തിലാണ് അവതാര പുരുഷനായതുകൊണ്ട് കൃഷ്ണനെ എപ്പോഴും നാം മഹാഭാരതത്തിൽ കാണുന്നത്. പക്ഷേ ഭീഷ്മർ പറയും, ഈ കൃഷ്ണനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ഒരു തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടും, ആയുധങ്ങളില്ലാതെ ശത്രുക്കളെ നിഹനിക്കാൻ വെറുതെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ശത്രുക്കളെ നിഹനിക്കാൻ കഴിവുള്ളവനാണ് കൃഷ്ണൻ എന്ന് പറയും. പക്ഷേ അതൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ് എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിലുള്ള മഹാഭാരതത്തിൽ ഉണ്ടായിരുന്നതല്ല. പിന്നീട് കാലത്തിൻ്റെ പുരോഗതിയിൽ ആളുകൾ എഴുതി ചേർത്ത് കൃഷ്ണനെ വലുതാക്കിയതാണ് എന്നാണ് കാണുന്നത്. കൃഷ്ണൻ ഉപനിഷത്ത് കാലത്തുള്ള കഥാപാത്രമാണ്, മഹാഭാരതത്തിൻ്റെ കാലത്തുള്ള ആളല്ല. അവനെ എഴുതി ചേർത്ത് വലുതാക്കി എന്ന് പറഞ്ഞതിൽ എന്താ കാര്യമുള്ളത്? ഉപനിഷത്തിൽ ചാന്തോക്യ ഉപനിഷത്തിൽ ചോദിക്കും, മധുവിദ്യ എന്നൊരു വിദ്യയുണ്ട്. എന്താണ് ഈ മധുവിദ്യ? മധു തേന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദകരമാണെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മാധുര്യം കൊണ്ടായിരിക്കാം, അതിൻ്റെ ഔഷധ വീര്യം കൊണ്ടായിരിക്കാം. അപ്പോൾ തേന് കുടിച്ച് സുഖമായിട്ടിരിക്കുന്നത് പോലെ, ആസ്വദിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ തേനിനെ ആനന്ദത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുക. അതാണ് വസ്തുത. തേൻ എന്ന് പറയുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള, ആളുകളുടെ രസനയെ രസിപ്പിക്കുന്ന, നാവിനെ രസിപ്പിക്കുന്ന, ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു തേൻതുള്ളി ഉണ്ടായിരിക്കും എന്നാണ് വ്യാസൻ പറയുന്നത്. എങ്കിലേ ജീവിതം മുന്നോട്ട് പോകും. ഒരു തേൻതുള്ളിയെ സ്വപ്നം കണ്ടിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വ്യാസൻ്റെ ഒരു ചെറുകഥയുണ്ട്. അനേകം ഉപാഖ്യാനങ്ങളുണ്ടല്ലോ. ഈ ഉപാഖ്യാനങ്ങളിൽ നിന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ചെറുകഥകൾക്ക് തുല്യമായ ലക്ഷണമൊത്ത അനേകം ചെറുകഥകൾ കിട്ടും. അതിലൊന്നാണ് ഈ തേൻതുള്ളിയുടെ കഥ. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തെയും മുന്നോട്ട് നയിക്കുന്നത് അവൻ ഒരു തേൻതുള്ളിയെ സ്വപ്നം കാണുന്നുണ്ട്. ഈ തേൻതുള്ളിയെ സ്വപ്നം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും മനുഷ്യൻ. അപ്പോൾ ഈ തേൻതുള്ളി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന, കാക്ഷിക്കുന്ന, സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ആദർശമോ ആഗ്രഹമോ സ്വപ്നമോ ആനന്ദമോ ആണ്. അപ്പോൾ ഈ ആനന്ദത്തിൻ്റെ സദാസമയത്തും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യയാണ് മധുവിദ്യ. അപ്പോൾ അവിടെ മധുവിദ്യ എന്ന പ്രയോഗത്തിൽ, ഛാന്തോക്യോപനിഷത്തിലെ മധുവിദ്യ എന്ന പ്രയോഗത്തിൽ നാം കാണുന്നത് എന്താണ്? ഈ മധു എന്നത് തേനിൻ്റെ പ്രതീകമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കാൻ, ആനന്ദത്തിൽ തന്നെ വർത്തിക്കാനുള്ള വിദ്യ അറിയുന്ന ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഒരു ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് ദൃഷ്ടാന്തമായിട്ട് എടുത്ത് കാണിക്കുന്നത് ആരെയാണ്? ദേവകീതനയനായ കൃഷ്ണനാണ്. അങ്ങനെ ഒരാളുണ്ട്, അത് ദേവകീതനയനായ കൃഷ്ണനാണ്. കൃഷ്ണനാണ് എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ആത്മസാക്ഷാത്കാരത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? ആത്മാവിൻ്റെ ലക്ഷണം എന്താണ്? ആത്മാവിൻ്റെ ലക്ഷണം ആനന്ദമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്? സുഖത്തിന് പകരം ആനന്ദത്തിന് പകരം ദുഃഖമുണ്ടാകുന്നത് എന്താണ്? നമ്മുടെ വികാരങ്ങൾ കൊണ്ട്, അനാവശ്യമായ വികാരങ്ങൾ കൊണ്ട് ആനന്ദത്തിൻ്റെ, ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആനന്ദത്തെ അനുഭവിക്കാനുള്ള ശേഷിയെ തടഞ്ഞു കളയുന്നു. കണ്ണാടിയിൽ അഴുക്ക് പറ്റുന്ന പോലെയാണ്. കണ്ണാടിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചാൽ എന്തു പറ്റും? നമ്മുടെ പ്രതിബിംബം അതിനകത്ത് കാണില്ല. മെഴുക്കും മറ്റ് കയ്യിൽ അഴുക്കൊക്കെ പറ്റിയും കണ്ണാടിയുടെ പ്രതിഫലന ശേഷി പോകാം. ഇതുപോലെ വികാരങ്ങളുടെ അഴുക്ക് പറ്റി ആത്മാവിൻ്റെ ആനന്ദാവസ്ഥ തടയപ്പെടുകയും നാം ദുഃഖിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് നീക്കം ചെയ്താൽ മതി. അപ്പോൾ ആത്മാവിൻ്റെ സ്വരൂപം കിട്ടും. പെയിൻ്റ് അടിച്ചത് ചുരണ്ടിൽ കളഞ്ഞാൽ കണ്ണാടി വീണ്ടും പ്രതിഫലിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ച് അത് നീക്കം ചെയ്താൽ കണ്ണാടി വീണ്ടും പ്രതിഫലിക്കാൻ തുടങ്ങുന്നത് പോലെ മനുഷ്യൻ അവൻ്റെ അനാവശ്യമായ വികാരങ്ങളെടുത്ത് ആത്മാവിൻ്റെ സ്വഭാവമായ സ്വരൂപമായ ആനന്ദത്തിൻ്റെ മുഖത്ത് തേച്ച് ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ ആത്മസ്വരൂപം തിരിച്ചറിഞ്ഞിട്ട് എപ്പോഴും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് കൃഷ്ണനാണ് എന്ന് പറയും. അപ്പോൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ് കൃഷ്ണൻ. ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് പറയുന്ന ടെക്നിക്കൽ ടേമാണ്, സാങ്കേതിക പദമാണ് അവതാര പുരുഷൻ.
അപ്പോൾ എങ്ങനെയാണ് കാലക്രമത്തിൽ 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 പറഞ്ഞു വലുതാക്കി എന്ന് വരുന്നത്? ഇത് മഹാഭാരതത്തിന് മുമ്പുള്ള കൃതിയാണ് ഛാന്തോക്യ ഉപനിഷത്ത്. ഉപനിഷത്ത് കാലഘട്ടം മഹാഭാരതത്തിന് മുമ്പാണ്. വേദ അന്തങ്ങളിൽ രചിച്ച് ചേർത്തിട്ടുള്ളവയാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ഉപനിഷത്തുകളുടെ കാലത്തുള്ള ആളാണ് കൃഷ്ണൻ, വ്യാസൻ്റെ കാലത്തുള്ള ആളല്ല. കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന കാലത്തുള്ള ആളല്ല. അപ്പോൾ കൗരവ പാണ്ഡവ യുദ്ധത്തിലേക്ക് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ചരിത്രകഥയിലേക്ക്, അന്നത്തെ വർത്തമാനകാലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഉപനിഷത്തിൽ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് ദൃഷ്ടാന്തമായി നിദർശനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിയെ, ഒരു മഹാപുരുഷനെ, അവതാര പുരുഷനെ ഇറക്കിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു ആര്? വേദവ്യാസൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ മഹാഭാരത കഥ രചിക്കുന്ന കാലത്തുള്ള വ്യക്തിയല്ല, അന്ന് ജീവിച്ചിരുന്ന മനുഷ്യനല്ല, അന്ന് ജീവിച്ചിരുന്ന ചരിത്രപുരുഷനല്ല. അതിനും എത്രയോ കാലം മുമ്പ് ഉപനിഷത്തുകളുടെ രചനാകാലത്ത് ഉപനിഷത്തിൽ അന്നത്തെ ഒരു വ്യക്തിയെ എപ്പോഴും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഉദാഹരണമായി ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാമോ എന്ന ചോദ്യം ശിഷ്യനിൽ നിന്നുണ്ടായപ്പോൾ ആചാര്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ശ്രീകൃഷ്ണനായിരുന്നു. അപ്പോൾ ഉപനിഷത്തിൻ്റെ കാലത്ത് തന്നെ ശ്രീകൃഷ്ണൻ്റേത് മഹത്തായ അംഗീകൃതമായ വ്യക്തിത്വമായിരുന്നു. അതിന് ഉപമിക്കാവുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ അന്നുണ്ടായിരുന്നില്ല. അതാണ് മധുവിദ്യ. എപ്പോഴും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യയാണ് മധുവിദ്യ. ഈ ദുഃഖങ്ങളിൽ കിടന്ന്, ദുഃഖസാഗരങ്ങളിൽ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് ഒരാൾ തൻ്റെ ജീവിതത്തിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ ദുഃഖങ്ങളും ഒന്നും അനുഭവിക്കാതെ സുഖാനുഭൂതിയിൽ ആമഗ്നനായിരുന്നു എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനെ പിൽക്കാലത്ത് കൃഷ്ണഭക്തി വർദ്ധിച്ച കാലത്ത് പറഞ്ഞു വലുതാക്കിയതാണ്. 14-ാം നൂറ്റാണ്ടിൽ ചൈതന്യൻ്റെയും മറ്റും കാലത്ത്, ബംഗാളിൽ ചൈതന്യൻ്റെയും മറ്റും കാലത്ത് പറഞ്ഞു വലുതാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടിയൊന്നുമില്ല. ഈ ഋഗ്വേദത്തിലും കൃഷ്ണനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ? വേദത്തിലില്ല. അതവിടെ കൃഷ്ണൻ യുദ്ധവീരനായ കൃഷ്ണൻ പറയാം. അത് ഈ കൃഷ്ണൻ, ദേവകീനന്ദനൻ കൃഷ്ണൻ എന്നുള്ള സങ്കല്പമില്ല. അത് വാക്കുകളെല്ലാം പ്രാചീനമായ വാക്കുകളല്ലേ. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഒരേ പേരുള്ള അത്ര ആളുകളുണ്ട് ഇല്ലേ? ധാരാളം ആളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഏത് ഗോവിന്ദൻ? ഇടത് ഗോവിന്ദൻ. ഇടത് ഗോവിന്ദനുണ്ട്, വലത് ഗോവിന്ദനുണ്ട്. അല്ലെങ്കിൽ BJP ഗോവിന്ദൻ, അല്ലെങ്കിൽ വെളുത്ത ഗോവിന്ദൻ, കറുത്ത ഗോവിന്ദൻ എന്നിങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്ടൻ ഗോവിന്ദൻ, പല്ലൻ ഗോവിന്ദൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ആളെ വേർതിരിച്ചറിയുന്നത്. ഇരട്ട പേര് പറഞ്ഞിട്ടോ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടോ വീട്ടുപേര് പറഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരേ പേരുള്ള ധാരാളം ആളുകൾ എക്കാലത്തും ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതിന് നമ്മുടെ കാലഘട്ടം തന്നെയാണ് ഉദാഹരണം. അപ്പോൾ ആ കൃഷ്ണൻ പറയും. അസുരനായ കൃഷ്ണനെക്കുറിച്ചും ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. അത് പറയും. ഇത് മധുവിദ്യ എന്ന് പ്രത്യേകം എടുത്ത് പറയും. മധുവിദ്യയുടെ ആളാണ് കൃഷ്ണൻ. ആ മധുവിദ്യയെക്കുറിച്ച് മഹാഭാരതത്തിലും പരാമർശമുണ്ട്. അപ്പോൾ മധുവിദ്യ എന്നത് ആധ്യാത്മിക വിദ്യയുടെ മധുരീകരിച്ച ഒരു സംജ്ഞയാണ്. അപ്പോൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കുകയല്ല. കൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ, ഉപനിഷത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വലിയ വ്യക്തിത്വമായിട്ടാണ്, അതീത വ്യക്തിത്വമായിട്ടാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് സാധ്യതയുണ്ട്. പ്രപഞ്ചത്തിൽ എപ്പോഴെങ്കിലും അതിന് സാധ്യതയുണ്ട്. അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ അതാത് കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അവരെയാണ് നാം മഹാത്മാക്കളെന്ന് വിളിക്കുന്നത്, ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത് അവരെയാണ്. അണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ല. അലക്സാണ്ടറെ ഒരു മഹാൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. ലോകം മുഴുവൻ ആക്രമിച്ച് കീഴടക്കാൻ ഒരുങ്ങിയ ഒരു വ്യക്തിയെ എങ്ങനെ മഹാൻ എന്ന് വിശേഷിപ്പിക്കും? 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി അറിയാമോ? മദ്യപിച്ച്, മതോന്മത്തൻ എന്ന് പറയുന്നില്ല, മദ്യപിച്ച് ലക്ക് കെട്ട് അദ്ദേഹം ദർബാർ ഹാളിലേക്ക് കയറി ചെന്നു. അപ്പോൾ കുടിച്ചിട്ടാണോ ദർബാർ ഹാളിലേക്ക് വരുന്നതെന്ന് ഫിലിപ്പ് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒറ്റടി വെച്ച് കൊടുത്ത് മുഖത്തിട്ട്, കാരണം കിട്ടിയിട്ട്. അതാണ് അലക്സാണ്ടർ എന്ന് പറയുന്ന മഹാൻ.
അപ്പനെ തല്ലിയ ആളെയാണ് ഈ മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലോകം മുഴുവനും കീഴടക്കി തൻ്റെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളിൽ എങ്ങനെയാണ് മഹത്വത്തിൻ്റെ ബീജമുണ്ടായിരിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആക്രമണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ, അദ്ദേഹം ചെയ്തു കൂട്ടിയ ഹിംസയെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ, ഹിംസയിലെ മഹാൻ എന്ന് അദ്ദേഹത്തെ വേണമെങ്കിൽ, ഹിംസ നടത്തിയവരിൽ വലിയവൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കിയതല്ല, കൃഷ്ണഭക്തി പിന്നീട് വികസിച്ചു വന്നതുമല്ല. കൃഷ്ണഭക്തി നേരത്തെ തന്നെ ഉണ്ട്. അത് ഉപനിഷത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഉപനിഷത്തിൽ നിന്ന് ഉപനിഷത്തിലെ തത്വചിന്തയ്ക്ക് പാകത്തിൽ ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തൻ്റെ കൃതിക്ക്, തൻ്റെ ഇതിഹാസത്തിന്, തൻ്റെ വംശാവലിയുടെ മഹനീയമായ ചരിത്രത്തിൻ്റെ ശാശ്വതമായ ആഖ്യാനത്തിന് ഉത്തമനായ ഒരു നേതാവ് വേണമല്ലോ. മധുവിദ്യ അഭ്യസിച്ച, ആധ്യാത്മിക വിദ്യ അഭ്യസിച്ച് സദാ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന, ആനന്ദത്തിൻ്റെ ഘനീഭൂത അവസ്ഥയുടെ മൂർത്തിമത് ഭാവമായ ഒരു വ്യക്തി വേണമെന്ന് വിചാരിച്ചപ്പോൾ ഛാന്തോഗ്യോപനിഷത്തിൽ നിന്ന് തന്നെ ആ വ്യക്തിയെ തൻ്റെ കാലഘട്ടത്തിലെ, തൻ്റെ വംശത്തിൻ്റെ ചരിത്രകഥയിലേക്ക്, ചരിത്രഗാഥയിലേക്ക് അദ്ദേഹം വിളക്കിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൃഷ്ണൻ മഹാഭാരത കഥയിലേക്ക് വരുന്നത്. അല്ലാതെ മഹാഭാരത കഥയിലെ യാദവന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളല്ല കൃഷ്ണൻ. ഇങ്ങനൊരു പറിച്ചു നടലുണ്ട്. ഉപനിഷത്തിൽ നിന്ന്, ഉപനിഷത്തിലെ തത്വങ്ങളെടുത്ത്, ദർശനമെടുത്ത് മഹാഭാരതത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ എന്തും കൂടി ചെയ്തു വ്യാസൻ? ആ ദർശനത്തിന് പാകമായ വ്യക്തിയെ കൂടി ഉപനിഷത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഉപനിഷത്തിൻ്റെ ദർശനം സമം കൃഷ്ണൻ, ഉപനിഷത്ത് ദർശനം സമം കൃഷ്ണൻ, കൃഷ്ണൻ സമം ഉപനിഷത്ത് ദർശനം. ഇതാണ്. അത് തൻ്റെ വംശാവലി ചരിത്രത്തിലേക്ക്, വേദവ്യാസൻ്റെ വംശമാണ് യഥാർത്ഥത്തിൽ ശാന്തനുവിൻ്റെ കാലത്തിന് ശേഷം വ്യാസൻ്റെ വംശാവലി ചരിത്രമായിട്ടാണ് ചന്ദ്രവംശം മാറുന്നത്. യഥാർത്ഥത്തിലുള്ള ചന്ദ്രവംശം എവിടെ അസ്തമിക്കുന്നു? ശാന്തനുവിൻ്റെ കാലത്തോടുകൂടി അസ്തമിക്കുന്നു. പിന്നെ അതിലെ കണ്ണിയായിട്ട് വരുന്നത് ഭീഷ്മരാണ്. ഭീഷ്മർ അവിവാഹിതനായി തുടർന്നതിനാൽ പിന്നെ ചന്ദ്രവംശത്തിന് ചരിത്രത്തിലൂടെ മുന്നിലേക്കുള്ള ഒഴുക്ക് ഉണ്ടായില്ല. പിന്നെ ആ വംശാവലി തുടരുന്നത്, ചന്ദ്രവംശം എന്ന പേരിൽ വംശാവലി തുടരുന്നുണ്ടെങ്കിലും ആ വംശത്തിൻ്റെ കുലപിതാവ് മഹാഭാരതത്തിൻ്റെ കർത്താവായ വ്യാസൻ തന്നെയാണ്. വ്യാസൻ്റെ മക്കളാണ് ധൃതരാഷ്ട്രരും പാണ്ഡവും. അപ്പോൾ തൻ്റെ വംശാവലി ചരിത്രത്തിലേക്ക്, തൻ്റെ വംശാവലി ചരിത്രത്തിന് ദാർശനികമായ ഒരു മാനം കൊടുത്ത്, ഉപനിഷത് ദർശനമനുസരിച്ച് ഒരു രാജ്യവും ജനങ്ങളും വ്യക്തിയും ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സോദാഹരണം പഠിപ്പിക്കാൻ കൃഷ്ണനെ കൊണ്ടുവന്ന് ആ ദർശനം എടുത്തതുപോലെ തന്നെ, ഉപനിഷത്തിൻ്റെ ദർശനം എടുത്തതുപോലെ തന്നെ കൃഷ്ണനെ കൊണ്ടുവന്ന് ആ ദർശനത്തിൻ്റെ ഗുരുവായ, ആ ദർശനത്തിൻ്റെ മൂർത്തിഭാവമായ കൃഷ്ണനെ കൊണ്ടുവന്ന് തൻ്റെ വംശാവലി ചരിത്രത്തെ നയിക്കാനുള്ള നായക കഥാപാത്രമായിട്ട് വ്യാസൻ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ മഹാഭാരതത്തിന് മുമ്പ് തന്നെ ഈ ദേവകീ തനയനായ കൃഷ്ണനുണ്ട്. അദ്ദേഹം മധുവിദ്യയുടെ ആളാണ്. മധുവിദ്യ ആധ്യാത്മിക വിദ്യയാണ്. ആ ആധ്യാത്മിക വിദ്യയുടെ ഗുരുവാണ്, അതിൻ്റെ മൂർത്തിഭാവമാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൻ്റെ വംശാവലിയുടെ ചരിത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഒരു വ്യക്തിക്കും സമൂഹത്തിനും, ഒരു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ജനതയ്ക്കും ലോകത്തിനും ഉതകുന്ന ഒരു ദർശനം മഹാഭാരതത്തിലൂടെ അദ്ദേഹം കഥാത്മകമായി കാഴ്ചവെച്ചു. അല്ലാതെ പിന്നീട് വന്ന ആളുകൾ കൃഷ്ണനെ പറഞ്ഞു വലുതാക്കിയതല്ല. വേദങ്ങളുടെ കാലത്ത് ഇന്ദ്രനായിരുന്നു പ്രധാന ദേവത എന്നൊരു വാദമുണ്ട്. ശരിയാണ്, അങ്ങനെ തോന്നും നമുക്ക്. പലയിടത്തും ഇന്ദ്രനെയാണ് വാഴ്ത്തുന്നത്. എന്താണ് കാരണം? ഇന്ദ്രനാണ് ഭൗതികമായി ആകർഷിക്കുന്ന സ്വഭാവവിശേഷത്തോടും പെരുമാറ്റ രീതിയോടും കൂടിയവൻ. കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മഹാഭാരതത്തിൽ ഭീമനാണ്, അല്ല ധർമ്മപുത്രല്ല. ഭീമനെയാണ് കുട്ടികൾക്ക് ഇഷ്ടം. ഭീമൻ്റെ ആ തടിയും പൊക്കവും അവൻ്റെ പ്രകൃതവും എപ്പോഴും ഗുസ്തി പിടിക്കാനുള്ള വാസനയും തീറ്റ തിന്നാനുള്ള ഉത്സാഹവും ഇതൊക്കെ കൊണ്ട് കുട്ടികളോട് ചോദിച്ചു നോക്കിക്കോളൂ. കൊച്ചുകുട്ടികളായിരിക്കും. കഥ കേൾക്കുന്ന കഥാകൗതുകം വളർന്നു തുടങ്ങിയ കുട്ടികളിൽ ഈ ധർമ്മപുത്രരുടെ കഥയും പറഞ്ഞു കൊടുക്കൂ, ഭീമൻ്റെ കഥയും പറഞ്ഞു കൊടുക്കൂ. എന്നിട്ട്
വീണ്ടും കേൾക്കണം എന്ന് തോന്നുമ്പോൾ കുട്ടിക്ക് ആഗ്രഹം ഭീമൻ്റെ കഥയായിരിക്കും. ഭീമൻ ബഗനെ കൊന്നതും കിർമീരനെ കൊല്ലുന്നതും ജരാസന്ധനെ കൊല്ലുന്നതും ഒക്കെ കേൾക്കാനാണ് കുട്ടികൾക്ക് താല്പര്യം. ധർമ്മപുത്രർ മങ്ങിപ്പോകുന്നു. എന്താണ്? ജീവിതത്തിന് ബാഹ്യമായ ആകർഷണങ്ങൾ നൽകാനുള്ള വസ്തുക്കളൊന്നും ജീവിതത്തിലില്ല ആർക്ക്? ധർമ്മപുത്രർക്ക്. അതാണ് ശാന്തനായിട്ടിരിക്കുക, ധർമ്മം അനുഷ്ഠിക്കാനാണ് എപ്പോഴും ആഗ്രഹം. ഭീമൻ അങ്ങനെയല്ല. ധർമ്മം അല്പം ലംഘിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഭീമൻ. തൻ്റെ പൗരുഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അഡ്വഞ്ചറസ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സാഹസികന്മാരായ ആളുകളെയാണ്, കഥാപാത്രങ്ങളെയാണ് സാധാരണഗതിയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്.